ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ മന്ത്രി നമുക്കൊപ്പമുണ്ട്, ശ്രീ എ കെ ശശീന്ദ്രൻ. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇന്നലെ നമ്മൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കടുവ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഒരു ആടിനെ കൂടി പിടിച്ചിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത്. കടുവ കുറച്ച് പ്രശ്നമാവുന്നുണ്ടല്ലേ മിനിസ്റ്റർ? ഹലോ മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മള് അവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി ജനങ്ങളെ ആകെ പേടിപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കടുവയെ പിടിക്കാൻ വനം വകുപ്പ് ഉദാസീനത കാണിക്കുന്നില്ല എന്നതിന് നിങ്ങളെല്ലാം സാക്ഷികളാണ്. പക്ഷേ ഫലം ഉണ്ടാകുന്നില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രി പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അവർ ശ്രമം തുടരുകയാണ്. ഇനിയും അതുമായി ചർച്ച ചെയ്ത് കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ട്. കാരണം നമുക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അവർക്ക് വെടിവെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് കണ്ടല്ലാതെ വെടിവെക്കാൻ സാധിക്കില്ല, അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് അവർ പറയുന്നത്. അത് തികച്ചും ശരിയാണ്. എന്നാൽ ഈ രണ്ട് ശരികൾക്കിടയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗം ശരിയാണ്, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗം ശരിയാണ്. ഈ രണ്ട് ശരികൾക്കിടയിൽ നിതാന്ത ജാഗ്രതയോടുകൂടി ജനങ്ങളെ ഭയം ഒഴിവാക്കാൻ ആവശ്യമായ വിധത്തിൽ കടുവകളെ വെടിവെച്ച് പിടിക്കുക എന്നത് തന്നെയാണ് സർക്കാർ വനവകുപ്പിന്റെ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകും. ഈ അക്ഷീണം പ്രവർത്തിക്കുന്ന വനവകുപ്പ് ജീവനക്കാർക്ക് മനോവീര്യം തകർക്കുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു നിങ്ങളെയും കൂടി നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും സഹകരണം പ്രവർത്തിക്കാൻ കഴിയുക, ആത്മവിശ്വാസം പ്രവർത്തനം നടത്താൻ ഇനി എന്തെങ്കിലും അഡീഷണൽ ഫോഴ്സിനെയോ കാര്യങ്ങളോ എന്തെങ്കിലും ഷൂട്ടർമാര്, പക്ഷെ അത് ഷൂട്ടർമാരില്ലാത്തതോ അതിനുള്ള സന്നദ്ധത ഇല്ലാത്തതുകൊണ്ടോ തീരുമാനമില്ലാത്തതുകൊണ്ടോ ആണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനിയും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിതാന്ത ജാഗ്രതയോടുകൂടി ചെയ്യും. ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് വനവകുപ്പുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു അസ്വസ്ഥത. അവരുടെ വികാരം പങ്കുവെക്കുന്ന ഒരാളാണ് എന്ന് അവരെ അറിയിക്കുക. ഉണ്ടാക്കാൻ കഴിയുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഈ ടീം അവിടെ തുടരുമായിരിക്കും അല്ലേ ഈ ദൗത്യം തീരുന്നത് വരെ? ഈ ദൗത്യം തീരുന്നത് വരെ ഈ ഉദ്യോഗസ്ഥർ അവിടെ തുടരുമല്ലോ? അല്ല, ദൗത്യം നമുക്ക് പൂർത്തിയാക്കണമല്ലോ. അതെ, ദൗത്യം പൂർത്തിയാക്കാൻ ഇനിയിപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സഹായം അവർക്ക് വനവകുപ്പിന് ആവശ്യമുണ്ടെങ്കിൽ നൽകാൻ പറ്റിയ വിധത്തിലുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു പട്രോളിംഗ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രാത്രിയിലെ പരിശോധനയോടൊപ്പം തന്നെ പട്രോളിംഗ് കുറച്ചും കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ പരിശോധിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക്. മുട്ടനാടിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഉപജീവന മാർഗം പലപ്പോഴും ഈ 1-2 ആടുകളാണ്. നമ്മുടെ ഈ ചന്ദ്രന്റെ കഥ ഇപ്പൊ കേട്ടല്ലോ, 2 ആടുകൾ. അവരുടെ ഭയവും അവരുടെ നഷ്ടവും അതിനെക്കുറിച്ചുള്ള അവരുടെ വികാരവും അപ്രസക്തമാണെന്നോ അത് മനഃപൂർവ്വമാണെന്നോ അവർ ജീവിത സത്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് തന്നെയാണ് എന്റെ നിലപാട്. മിനിസ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ ഒരു ആട് പോയി കഴിഞ്ഞു. അവരുടെ ഒരു വരുമാന സ്രോതസ്സാണല്ലോ, വലിയ തുകയൊന്നും ഇല്ലെങ്കിൽ പോലും. അതെ, അപ്പോൾ ആ കാര്യത്തിൽ അവർക്കുണ്ടാകുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യേണ്ട. അവർ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വികാരം ഒരു തരത്തിലും തെറ്റായതോ മനഃപൂർവ്വമോ രാഷ്ട്രീയ പ്രേരിതമോ അല്ല. അല്ല, അത് മതി. മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വിഷയത്തിൽ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കും മനസ്സിലായിട്ടുണ്ട്. എന്റെ ഒരു തോന്നലാണ്. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നിർദ്ദേശം പറഞ്ഞാലും ആ നിർദ്ദേശത്തെ നമുക്ക് ആകെ ഉള്ളത് ഒന്ന്, ഉദ്യോഗസ്ഥന്മാർ അവരെ പരമാവധി ശ്രമിക്കുന്നുണ്ട് കടുവയുടെ കാര്യത്തിൽ. മാത്രവുമല്ല നഷ്ടപ്പെട്ട ഈ ആടുമാടുകളുടെ ചെറിയ നഷ്ടം മാറ്റി പുതിയ ടീമിനെ നിശ്ചയിക്കേണ്ടി വരും. അതെ, ഈ നഷ്ടപ്പെട്ട ആടുമാടുകൾക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം അവർക്ക് നൽകിയ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് ഇന്ന് കുറെ പേർക്ക് കൊടുക്കാമെന്നുള്ള നിലപാട് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും നഷ്ടത്തിന് മതിയായ പരിഹാരം കാണാനുള്ള നിലപാടായിരുന്നു സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു.